ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ബാക്കിയുള്ളവർ കയറുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നപ്പോ നമ്മള് ഡേ 3 ആണ്. നമ്മൾ ഡേ 1 കഴിഞ്ഞു. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ഡേ 1 നോക്കിയത്. ഡേ 2 നമ്മൾ എന്താ എയും ഓട്ടോമേഷനൊക്കെ പറ്റി ജസ്റ്റ് ബേസിക്സ് നോക്കി. പിന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇന്ന് ഡേ 3 ആണ്. ഇന്ന് നമ്മൾ എന്താ പറയാ മോസ്റ്റ് അവൈറ്റഡ് ടോപ്പിക്, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ ഇത്രയും നാള് എന്താ പറയാ ഇന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് N8. അപ്പം ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്നത് ജോയലാണ്, ജോയൽ ഏലിയാസ്. ജോയൽ ഏലിയാസ് AIGയുടെ മെമ്പറാണ് ന്യൂലൻഡ്. അതുപോലെ തന്നെ ഡിസൈൻ ടീമിന്റെ മെമ്പറാണ് ജോയൽ ഏലിയാസ്. ആൻഡ് ജോയൽ ഏലിയാസ് ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് സെഷൻ എടുക്കാൻ പോണത്. അപ്പൊ മാക്സിമം എല്ലാ ദിവസത്തെയും പോലെ ആക്റ്റീവായിട്ട് എല്ലാവരും മാക്സിമം റെസ്പോണ്ട് ചെയ്ത് ഇരിക്കുക. പിന്നെ വേണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ജോയൽ. ഓക്കെ, ഞാൻ പറഞ്ഞ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, എല്ലാവരും എക്സൈറ്റഡ് ആണോ? റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഞാനും എക്സൈറ്റഡ് ആണ്. എന്റെയും ഫസ്റ്റ് സെഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഫീഡ്ബാക്കിൽ ഞാൻ നാളെ ശരിയാക്കാം എല്ലാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Okay. എല്ലാവർക്കും കാണാമോ? ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മള് എന്താണ് ഓട്ടോമേഷൻ ഡിസ്കസ് ചെയ്തത്. ഇന്നലെ ആര്യത ചേച്ചി എല്ലാം പറഞ്ഞു തന്നു അതിനെ കുറിച്ച്. അപ്പൊ എന്താണ് ഓട്ടോമേഷൻ, ആരെങ്കിലും ചെറുതായിട്ടൊന്ന് സമ്മറി പോലെ ഒന്ന് പറയാമോ? മൈക്ക് ഓണാക്കി പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യട്ടെ. ഇന്ന് അത്യാവശ്യം എല്ലാ നോഡും നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ എന്താണ് ഓട്ടോമേഷൻ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. മാനുവലി ചെയ്യുന്ന കാര്യം ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് N8 എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറെ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ മെയിൻലി ഈ ട്യൂട്ടോറിയൽ യൂസ് ചെയ്യാൻ പോകുന്നത് N8 ക്ലൗഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സെറ്റപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സെൽഫ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് N8 ക്ലൗഡിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പൊ കാണിക്കാൻ പോകണം. ഓക്കെ, ആദ്യം നമ്മൾ N8 സെർച്ച് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ആണ് N8.io എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കാണാം ആം, ഇവിടെ ബ്രൗസർ ഇന്റഗ്രേഷൻ നമുക്കെല്ലാം ബ്രൗസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ ടോപ്പ് റൈറ്റ് കോർണറിൽ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ടാബ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ അവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ എൻ്റെ ഇമെയിൽ അവിടെ കൊടുക്കാണ്. എന്നിട്ടൊരു വെരിഫിക്കേഷൻ കോഡ് നമുക്ക് അവർ ഇമെയിൽ ചെയ്ത് തരും. അത് അടിച്ചു കൊടുക്കുക.
അടുത്ത ടാബിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ പേര് അടിച്ചു കൊടുക്കുക. അടുത്തായിട്ട് പാസ്വേഡ്. പിന്നെ അക്കൗണ്ട് നെയിം നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാം? ഇപ്പൊ ഞാൻ N8N സെക്ഷൻ എന്നാണ് കൊടുക്കുന്നത്. N8N ക്ലൗഡിൽ നമുക്ക് 14 ദിവസത്തെ ഫ്രീ ട്രയലാണ് കിട്ടുള്ളൂ. ബാക്കിത്തിന് നമ്മൾ പേ ചെയ്യണം. അപ്പൊ സെൽഫ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രീ കിട്ടും, പക്ഷെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും സെൽഫ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫർദർ പോകുമ്പോൾ. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ വർക്ക് ഫ്ലോസ് എന്ന് പറഞ്ഞ ടാബിന്റെ അടിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് ഫ്ലോസ് എല്ലാം ഇവിടെ കാണുന്നത്. ഇപ്പൊ ഞാൻ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു വർക്ക് ഫ്ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫണ്ടമെന്റൽസ് അത് നമ്മുടെ അടുത്ത നാളത്തെ ടോപ്പിക്കാണ് അത്. പിന്നെ ജിമെയിൽ ഏജന്റ് അതൊരു വർക്ക് ഫ്ലോ ആണ്. അപ്പൊ പുതിയൊരു വർക്ക് ഫ്ലോ ഉണ്ടാക്കാൻ ടോപ്പ് റൈറ്റ് കോർണറിൽ ക്രിയേറ്റ് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞൊരു ഓറഞ്ച് കളർ ടാബ് നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് കിട്ടുക. ഓക്കെ. ആഡ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ബിൽഡ് വിത്ത് എ എന്ന് പറഞ്ഞൊരു ഇതാണ് കിട്ടുക. അപ്പൊ ഇന്നലെ അരി ചേച്ചി പറഞ്ഞു എല്ലാ ഒരു വർക്ക് ഫ്ലോയിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അതെന്താന്ന് ആർക്കെങ്കിലും പറയാമോ? ട്രിഗർ. അതെ, ട്രിഗർ ആണ് എല്ലാ വർക്ക് ഫ്ലോയിലും. ട്രിഗർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ട്രിഗർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ട്രിഗർ മാനുവലി, ഓൺ ആപ്പ് ഇവന്റ്, ഓൺ ഷെഡ്യൂൾ, വെബ് കോൾ. ഇത് നമ്മൾ ഇന്നലെ ആരിച്ചിച്ച് പറഞ്ഞാണ് വെബ് കോൾ എന്താണ്. ട്രിഗർ മാനുവലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ മാനുവലി ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇതേപോലെ ട്രിഗർ ചെയ്യുന്നതായിരിക്കും മാനുവലി. നമ്മൾ എപ്പോഴും വന്ന് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മാനുവലി ആയിട്ട് ട്രിഗർ ചെയ്യണം, ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല. ആക്ഷൻ ഇൻ ആപ്പ് എന്ന് പറയുന്നത് ട്രിഗർ ഓൺ ആപ്പ് ഇവന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ടെലിഗ്രാം ബോട്ട് നമ്മൾ കാണുന്നത്. ടെലിഗ്രാം ബോട്ട് വേണമെങ്കിൽ നമുക്ക് NH വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ടെലിഗ്രാം അവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓൺ കോൾ ബാക്ക്, ഓൺ ചാനൽ പോസ്റ്റ്, അങ്ങനെ പറഞ്ഞ കുറെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഓൺ മെസ്സേജ് എന്ന് പറയുന്ന നോഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ ടെലിഗ്രാം നമ്മളൊരു ബോട്ട്, ടെലിഗ്രാം ബോട്ട് ഫാദർ എന്ന് പറഞ്ഞൊരു ബോട്ട് ഉണ്ട്. അത് വെച്ച് നമ്മൾ ടെലിഗ്രാം ബോട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ API നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ബോട്ടിലേക്ക് നമ്മൾ എപ്പോൾ മെസ്സേജ് അയച്ചാലും ഈ വർക്ക് ഫ്ലോ ട്രിഗർ ആവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ടെലിഗ്രാം വഴി നമ്മുടെ വർക്ക് ഫ്ലോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അടുത്ത സെഷനിൽ വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ട്രിഗർ മാനുവലി ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ അടുത്ത ആക്ഷൻ ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബേസിക്, നമ്മൾ ആദ്യത്തെ ബേസിക് വർക്ക് ഫ്ലോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഡിറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു നോഡാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എഡിറ്റ് ഫീൽഡ് യൂസ് ചെയ്യുന്നത് ഒരു ബേസിക്കലി നമുക്കൊരു ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡിറ്റ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു API കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ API നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമായിരിക്കില്ല തരുന്നത്. അതിനൊരു കുറെ HTTP ബോഡി അങ്ങനെ പറഞ്ഞ കുറെ സംഭവങ്ങൾ തരും. അപ്പൊ ഇതെല്ലാം കൂടി അടുത്ത നോഡിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെപ്പാട് കൺഫ്യൂഷൻ വരും. അപ്പൊ അതിന് ഒരു നമ്മളൊന്ന് ഡാറ്റ സ്ട്രക്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോഡ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ഒന്നല്ലെങ്കിൽ മാനുവൽ മാപ്പിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് JSON ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഞാൻ ഇവിടെ മാനുവൽ മാപ്പിംഗ് ആണ് യൂസ് ചെയ്യണത്. ഇവിടെ ആഡ് ഫീൽഡ് കൊടുത്തിട്ട് നെയിം ഹലോ നെയിം കൊടുക്കാം. ഹലോ,
ഓക്കെ സ്റ്റാർട്ടിങ് ഒന്ന് മിസ്സായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യോ? ഓക്കെ ഓക്കെ ഓക്കെ. ജോയിലെ പിന്നെ നിന്റെ മൈക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ചെറിയൊരു ഇതുപോലെ ഉണ്ട്, എനിക്കൊരു ക്വാളിറ്റി ഇഷ്യൂ പോലെ ഉണ്ട്. ഞാൻ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത്, അപ്പൊ അതിന്റെ ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ ബേസിക്കലി N8 ക്ലൗഡിൽ എങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഡിസ്കസ് ചെയ്തുള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബേസിക്സ് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. ഓക്കെ. എഡിറ്റ് ഫീൽഡ്സ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡാറ്റ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ API കോൾ ചെയ്തപ്പോൾ ഇപ്പൊ അത് റിട്ടേൺ ചെയ്ത നമ്പർ സ്ട്രിങ് ഡാറ്റ ടൈപ്പിലാണെന്ന് വിചാരിക്കുക. അതെനിക്ക് ആ ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ ഇവിടെ മാറ്റാൻ പറ്റും. ഒന്നല്ലെങ്കിൽ നമ്പർ ആക്കാം, ബൂളിയൻ ആക്കാം, അറേ ആക്കാം. അങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ നെയിം കൊടുക്കുകയാണ്, എന്നിട്ട് എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്തു. നമ്മളിവിടെ ബേസിക് ഒരു ഗൂഗിൾ ഷീറ്റിനകത്ത് നമ്മുടെ പേരും നമ്മുടെ ഇമെയിൽ ID ആഡ് ചെയ്തിട്ട് ജിമെയിൽ നോഡ് വെച്ചിട്ട് ഒരു ഓൺബോർഡിംഗ് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരു ബേസിക് വെബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ ഇമെയിൽ കൊടുത്തു, എന്നിട്ട് എൻ്റെ ഇമെയിൽ ID കൊടുത്താണ്. ഓക്കെ. എന്നിട്ട് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റ് ആഡ് ചെയ്യാൻ പോകും. ഇപ്പൊ നമ്മളിവിടെ ഗൂഗിളിൽ തന്നെ കുറെ സർവീസ് അവൈലബിൾ ആയിരിക്കും. ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ ഡ്രൈവ്, ജെമിനി, ഗൂഗിൾ ഡോക്സ്. ഇതെല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ ഗൂഗിളിലെ ക്രെഡൻഷ്യൽസ് നമുക്ക് ആവശ്യമായിരിക്കും. ഇപ്പൊ സെൽഫ് പോസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്ലൗഡിൽ പോയിട്ട് ഓരോ ഷീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ ക്രെഡൻഷ്യൽസ് നമ്മൾ ഉണ്ടാക്കണം. ഡ്രൈവ് ആണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിന്റെ ക്രെഡൻഷ്യൽസ് നമ്മൾ ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ N8 ക്ലൗഡ് ആണെങ്കിൽ നമ്മൾ ബേസിക്കലി ചുമ്മാ ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ഞാൻ ഇവിടെ നമ്മളിവിടെ ഒരു റോ അപ്പൻഡ് ചെയ്യാണ്. ഇപ്പൊ അപ്പൻഡ് റോ ഇപ്പൊ നമ്മുടെ ഇവിടെ കുറെ ആക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൻഡ് ഓർ അപ്ഡേറ്റ്, റോ ഇൻ എ ഷീറ്റ്, അപ്പൻഡ് റോ ഇൻ എ ഷീറ്റ്, ക്ലിയർ ഷീറ്റ്. നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് അപ്പൻഡ് റോ ഇൻ എ ഷീറ്റ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു ടാബ് നമുക്ക് കാണാവുന്നതാണ്. അതിനകത്ത് ഇവിടെ ഒരു പെന്നിന്റെ ഐക്കൺ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പുതിയ ക്രെഡൻഷ്യൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽസ് കൊടുക്കുക, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ജിമെയിൽ ID ആണ് യൂസ് ചെയ്യേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനെ റീനെയിം ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പൊ റീനെയിം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ക്രെഡൻഷ്യൽസ് മാത്രമായിരിക്കില്ല യൂസ് ചെയ്യും, ഞാൻ പല അക്കൗണ്ട് യൂസ് ചെയ്യും. ഇപ്പൊ റീനെയിം ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും ഏത് അക്കൗണ്ടിന്റെ ആണ് എന്നെല്ലാം. ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പൊ നമുക്ക് ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഡ്രൈവിൽ പോയിട്ട് പുതിയൊരു ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് നെറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ. ജോയിലെ, ആ, ഇവരിതിപ്പോ കൂടെ ചെയ്തു പോകണോ, അല്ലെങ്കിൽ നീ നാളെ ഇത് ഒന്നും കൂടി പറയോ എങ്ങനെയാണ്?
ഇതിപ്പോ കണ്ടിരുന്നാ മതിയോ? ഇപ്പൊ ബേസിക്കലി എല്ലാവരും ബിഗിനേഴ്സ് കൊണ്ട് ഒന്ന് കണ്ടിരുന്നത്, പിന്നെ നമ്മൾ റെക്കോർഡ് സെഷൻ കൊടുക്കുന്നതായിരിക്കുമല്ലോ. അപ്പൊ ആ ഇപ്പൊ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞു കൊടുക്കാനും പാടായിരിക്കും. പിന്നെ എല്ലാവർക്കും സെയിം എറർ തന്നെ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് റെക്കോർഡ് സെഷൻ പ്രൊവൈഡ് ആയിരിക്കും. പിന്നെ നാളെ നമ്മൾ എല്ലാവരും ഒരു ബേസിൽ ഒരുമിച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ വന്നിട്ട് നമ്മൾ പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് അക്കൗണ്ട് വെച്ചാണോ സൈൻ ചെയ്തത് അതിനകത്ത് ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷീറ്റ് എഡിറ്റ് ഫോർ വരുവാണ് ഇവിടെ ഷെയർ ഇല്ലേ, അത് നമ്മൾ അലൗ ടു ഓൾ ആയിരിക്കണം. എന്നാലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് റീനെയിം ചെയ്യണം. എന്നിട്ട് ഞാൻ അവിടെ വർക്ക് പോലെ വന്നിട്ട് ഡോക്യുമെന്റ് സെർച്ച് ചെയ്തിട്ട് N8 സെഷനിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഷീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. N8 സെഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഏത് ഷീറ്റ് 1 ഷീറ്റ് 2 അങ്ങനെ കുറെ ഷീറ്റ്സ് നമ്മൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു സ്പെസിഫിക് ഷീറ്റ് ആയിരിക്കും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് ഷീറ്റാന്ന് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. നോ കോളം സൗണ്ട് ഇൻ ഗൂഗിൾ ഷീറ്റ് നമുക്ക് കണ്ടു. നമ്മളിവിടെ ഒരു കോളം കൊടുക്കണം. ഇതിപ്പോ എനിക്ക് അപ്പൻഡ് ചെയ്യേണ്ടത് നെയിം എന്ന് പറഞ്ഞതും ഇമെയിൽ എന്ന് പറഞ്ഞതും എന്ന് പറഞ്ഞ ടേബിൾ ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്തു. നെയിം, ഇമെയിൽ. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു ഇവിടെ റിഫ്രഷ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പോപ്പ് കണ്ടില്ലേ, റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്കിവിടെ ആ ഫീൽഡ് വന്നു, നെയിം ഇമെയിൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പൊ ഇപ്പൊ എനിക്ക് ഈ നോഡ് മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടെങ്കിൽ എനിക്ക് ഈ ഫുൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ നോഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതിന് ഇവിടെ ഇത് കണ്ടില്ലേ, എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നോഡ് മാത്രം എക്സിക്യൂട്ട് ആവുള്ളൂ. ഇത് ഫുൾ എക്സിക്യൂട്ട് ആവില്ല. ഇത് ഫുൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഒരു എറർ വന്നു, പ്രോബ്ലം ഇൻ നോഡ് ആപ്പൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ നോഡിൽ എന്തൊരു കുഴപ്പം, എറർ എങ്ങനെയാണ് ഇതിനകത്ത് കാണിക്കുക. അപ്പൊ ഇവിടെ ഞാൻ എഡിറ്റ് ഫീൽഡിൽ കുറച്ച് ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ ഔട്ട്പുട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഈ വിൻഡോയുടെ ലെഫ്റ്റിൽ കാണുന്നത് ഇതിന്റെ പ്രീവിയസ് നോഡിൽ നിന്ന് എന്ത് ഡാറ്റയാണോ ഔട്ട്പുട്ട് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കറന്റ് നോഡിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന ഡാറ്റയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പൊ ട്രിഗർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റും കേൾ ബ്രാക്കറ്റും ഒക്കെ വന്നേക്കുന്നത്. ഇതിൽ നിന്ന് കണ്ടു റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്ത ഡാറ്റയാണ് ഔട്ട്പുട്ട് പോയിരിക്കുന്നത്, നെയിം, ഇമെയിൽ ഒക്കെ. ഇതെല്ലാം ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേട്ടാ ഇപ്പൊ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി പറയാൻ പറ്റുമോ? ഇപ്പൊ ഏതാ ഔട്ട്പുട്ട് ഏതാണോ, ഔട്ട്പുട്ടിന്റെ കാര്യമാണോ? അത് ലെഫ്റ്റ് റൈറ്റ് സൈഡിലും ഉള്ള ഓക്കെ ഓക്കെ. നമ്മുടെ ഈ സ്ക്രീനിന്റെ ഈ ലെഫ്റ്റ് സൈഡ് ഉണ്ടോ, ഇത് ഈ ഭാഗം, ഇതെന്ന് പറയുന്നത് പ്രീവിയസ് നോഡിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും ഈ സൈഡിൽ നിന്ന് കാണുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കറന്റ് നോഡ്, ഇപ്പൊ എഡിറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ നോഡിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും റൈറ്റ് സൈഡ് കാണുന്നത്, ഇവിടെ ഇവിടെ കാണുന്നത്. ഇത് പ്രീവിയസ് നോഡിൽ നിന്ന് വരുന്ന ഈ നോഡിലേക്ക് വരുന്ന ഡാറ്റയും അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ കാണുന്നത് ഈ നോഡിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്യുന്ന ഡാറ്റ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. എന്നിട്ട് എനിക്ക് ഈ ഫില്ല് ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ജോയിൽ ഇലിയാസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് ആർക്കൊക്കെ പറയാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ഇപ്പൊ ഈ ഡാറ്റ സെയിം ആയിരിക്കണമെന്നില്ലല്ലോ എല്ലാ തവണയും. അപ്പൊ ഞാൻ ഇവിടെ ജോയിൽ ഇലിയാസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്തായിരിക്കും കുഴപ്പം ആർക്കൊക്കെ പറയാൻ പറ്റുമോ?
ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അത് ഒന്നുകൂടി പറയണോ? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഡാറ്റ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ജോലി ഇലാസ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത തവണ ഡാറ്റ ഇപ്പൊ നെയിം ചേഞ്ച് വരുമ്പോൾ ഇവിടെ വീണ്ടും ജോലി ഇലാസ് എന്ന് എടുക്കായിരിക്കും. അപ്പൊ എന്താ ഇത് സംഭവിക്കുക? ജോലി കേസ് തന്നെ ഒരേ തവണയും ഫില്ല് ആകും. ഓക്കെ, അത് ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നെയിം ചേഞ്ച് ചെയ്താലും നമ്മൾ അപ്പൻഡ് ചെയ്യുന്ന നെയിം ചേഞ്ച് ആവില്ല. ഫോർ എക്സാമ്പിൾ പിന്നെ ഇവിടെ ജോലി ഏരിയാസ് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ വർക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് സംഭവം എല്ലാം ആഡ് ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് റൺ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഈ പേര് മാറ്റാണ്. ഞാൻ കാർത്തിക് എന്ന് കൊടുത്ത് കയറ്റുക. എന്നിട്ട് ഞാൻ റൺ ചെയ്യുമ്പോൾ ഇവിടെ കാർത്തിക് എന്നാണ് പേര് വന്നത്, ഇവിടെ അവന്റെ ജിമെയിൽ ഐ ഡി വന്നു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ പേരാണ് വീണ്ടും എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ള ഇതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിന് ബേസിക് നമ്മൾ കേൾക്കുമ്പോൾ പേടിയാവുന്നുള്ളൂ, പക്ഷെ ഇത് ചുമ്മാ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. മനസ്സിലായോ? ഇവിടെ സ്കീമ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സ്കീമയിൽ പോയിട്ട് ഇതുണ്ടല്ലേ, ഇത് നമ്മളിവിടെ ഓവർ ചെയ്യുമ്പോൾ ഒന്ന് ഡാർക്ക് ആവുന്നുണ്ടല്ലേ, അത് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുക. അതേപോലെ ഇമെയിൽ എന്നുള്ളതും ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുമ്പോൾ അത് ഡൈനാമിക് ആയി. പിന്നെ ഇവിടെ ഞാൻ എന്താണ് ചേഞ്ച് ചെയ്യണേ അതായിരിക്കും ഓരോ തവണ ഇവിടെ വരിക. പിന്നെ അവിടെ ഇത് കണ്ടില്ലേ, കാർത്തിക് എന്ന് പറഞ്ഞ് കാണിക്കുന്നു, കാർത്തിക ജിമെയിൽ, ഇതെല്ലാം മനസ്സിലായില്ലേ? ഓക്കെ, ഇനിയിപ്പൊ ഞാൻ ഈ വർക്ക് എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ karthik@gmail.com എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരു ജിമെയിൽ ഇപ്പൊ ഓരോ തവണ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് അവന് സെൻഡ് ചെയ്യാം ഇമെയിൽ വഴി. അപ്പൊ ഞാൻ ജിമെയിലിൽ സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ ജിമെയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറെ ആക്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ഇപ്പൊ ഡ്രാഫ്റ്റ് ചെയ്യാണ് പോകുന്നത്, സെൻഡ് ചെയ്യുന്നില്ല, അടുത്ത് സെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇമെയിൽ ഐ ഡി ആർക്കും കൊള്ളാമെന്ന് അറിയാമില്ല. അതാണ് ക്രിയേറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഓരോ തവണയും നമ്മൾ ക്രെഡൻഷ്യൽസ് ഉണ്ടാക്കണോട്ടോ. ഇപ്പൊ ഷീറ്റ്സിന്റെ ക്രെഡൻഷ്യൽസ് നമുക്ക് ജിമെയിൽ യൂസ് ചെയ്യുന്നില്ല. അതിന് നമ്മൾ നേരത്തെ ഇങ്ങനെ സൈൻ ചെയ്ത പോലെ സൈൻ ചെയ്യുക. ഏറ്റവും ക്ലൗഡ് ആണെങ്കിൽ സൈൻ ചെയ്താൽ മതി. സെൽഫ് ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ക്ലൗഡിൽ പോയിട്ട് അവരുടെ ക്രെഡൻഷ്യൽസ്, ക്ലയന്റ് സീക്രട്ട് അങ്ങനെ പറഞ്ഞ കുറച്ച് സംഭവമുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അവിടെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സെലക്ട് ചെയ്തു. ഓപ്പറേഷൻ ഏതാണ്, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഗെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഏതിന് നേരത്തെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗെറ്റ് ചെയ്യാം, അതങ്ങനെയാണ്. പിന്നെ സബ്ജക്റ്റ്, ഇപ്പൊ സബ്ജക്റ്റിന് അവിടെ വെൽക്കം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വെൽക്കം, എന്നിട്ട് അവന്റെ പേര് വെൽക്കം കാർത്തി. ഓക്കെ, ഇമെയിൽ ടൈപ്പ് ടെക്സ്റ്റ് ആണ്. HTML കുറച്ച് ഫാൻസി ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ HTML യൂസ് ചെയ്യും. നമ്മളിവിടെ കുറച്ച് ടെക്സ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? HTML ഇപ്പൊ നമുക്ക് ചില ഇമെയിലൊക്കെ കിട്ടുന്നില്ലേ, അതായത് ഈ നമുക്ക് കാണുമ്പോ പിക്ചർ പോലെയാന്ന് തോന്നും, പക്ഷെ ഇത് പിക്ചർ അല്ല. ഇതിപ്പോ പറയുന്നവരാണെങ്കിൽ മനസ്സിലായി. ഒരു മിനിറ്റ്. ഇതിപ്പോ കണ്ടോ, ഇത് കാണുമ്പോ ഇത് HTML ആണ്. കാരണം അങ്ങനെ ഇതേപോലെ നല്ല
കാണാൻ നല്ല രസമായിട്ട് ഇമെയിൽ സെൻഡ് ചെയ്യണമെങ്കിലാണ് HTML നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മളിവിടെ ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പൊ ഇവിടെ ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്രഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ സ്ക്രീനിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിക്സലിൽ പക്ഷേ അത് അവൈലബിൾ അല്ല. കണ്ടോ? അവൈലബിൾ അല്ല. നമ്മൾ എക്സ്പ്രഷൻ എടുക്കുക, എന്നിട്ട് ഹലോ, എന്നിട്ട് ഈ നെയിം ഒന്ന് ടാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുക. വെൽക്കം ടു അവർ കമ്പനി എന്തിനും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ വർക്ക് ഫുൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അത് അടുത്ത് ഇവിടെ എഡിറ്റ് ഫീൽഡ്സിൽ വന്നു. അവിടുന്ന് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്ത് ഷീറ്റ്സിലേക്ക് പോയി. ഇവിടുത്തെ അപ്പൻഡ് റോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ജിമെയിലേക്ക് വരുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ കണ്ടോ, ഇവിടെ സംഭവം എല്ലാം ക്രിയേറ്റ് ആയി. ഇമെയിൽ ആഡ് ചെയ്തില്ലായിരുന്നു. അപ്പൊ 2 ഇമെയിൽ ഇവിടെ ഒന്നും പ്രൊവൈഡർ അല്ല. ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കണ്ടോ, അവിടെ ആഡ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് 2 ഇമെയിൽ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആർക്കാണ് അയക്കേണ്ടതെന്നുള്ള ഇമെയിൽ ID ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഇവിടെ ഇമെയിൽ ചുമ്മാ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാം karthik@gmail.com അത് പറഞ്ഞ് കാണാം. എന്നിട്ട് ഇത് റൺ ചെയ്യുക. എന്നിട്ട് ഞാൻ എൻ്റെ ജിമെയിൽ എടുത്ത് നോക്കുമ്പോൾ കണ്ടു ഇവിടെ ഒരു നമ്മൾ 2 തവണ എക്സിക്യൂട്ട് ചെയ്ത് തന്നെയാണ് 2 തവണ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇവിടെ 2 ഇമെയിൽ ID വന്നു. വെൽക്കം കാർത്തിക്, ഹലോ കാർത്തിക്, വെൽക്കം ടു കമ്പനി. ഇത് നമ്മൾ 2 ഇമെയിൽ ID ആഡ് ചെയ്യാതെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തില്ലായിരുന്നു. അത് തന്നെയാണ് ഇതിനകത്ത് 2 ഇമെയിൽ ID ഇവിടെ ഇല്ലാത്തത്. അപ്പൊ നമ്മൾ ഇമെയിൽ നോട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമെയിൽ സെൻഡ് ആയില്ലാന്ന് വരും. ഓക്കെ, ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടാവും? ഓക്കെ, ഇനി നമ്മൾ എന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് പരിചയപ്പെടാൻ പോവാണ്. ഇത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും, പക്ഷെ വലിയ പാടൊന്നുമില്ല, കുറച്ച് നല്ല എളുപ്പമാണ്. ഇത് ട്രിഗർ നമ്മൾ ആദ്യം കണ്ടാണ്. ഇത് നമ്മൾ മാനുവലി ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെൻ ക്ലിക്കിംഗ് എക്സിക്യൂട്ട് വർക്ക് അത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചുമ്മാ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുക, അങ്ങനെയാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഷെഡ്യൂൾ ട്രിഗർ, ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം ട്രിഗർ ഇന്റർവെൽ, മിനിറ്റ്സ് ബിറ്റ്വീൻ ട്രിഗർ. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു സെർവറിൽ പോയി പിങ് ചെയ്യണം. അത് അപ്പാണോ, അത് സെർവർ ഡൗൺ ആണോ ടൈം, അല്ലെങ്കിൽ ഇപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ 10 മിനിറ്റ് കൂടുമ്പോൾ എനിക്ക് ഹലോ ഹലോ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കണം. അപ്പൊ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് എനിക്ക് മെസ്സേജ് വേണ്ടത്. എനിക്ക് 10 മിനിറ്റ് കൂടുമ്പോഴാണ് മെസ്സേജ് വേണ്ടെങ്കിൽ ഇവിടെ 10 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് 15 മിനിറ്റ് ആണെങ്കിൽ ഇവിടെ 15 മിനിറ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടില്ലേ, പബ്ലിഷ് ചെയ്യുമ്പോൾ ആ വർക്ക് ഫ്ലോ 15 മിനിറ്റ് കൂടുമ്പോൾ എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ മാനുവലി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമുക്ക് മിനിറ്റ്സ്, അവർ ഉണ്ട്, ഡേയ്സ് ഉണ്ട്, വീക്സ് ഉണ്ട്, മന്ത്സ് ഉണ്ട്. പിന്നെ കസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എല്ലാ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും രാത്രി 10 മണിക്ക് ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ അത്രയും ലെവൽ കസ്റ്റം വരുമ്പോഴാണ് നമ്മളിത് കസ്റ്റം യൂസ് ചെയ്യണത്.
അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് എല്ലാ ഡേയ്സിലും മാത്രമല്ല, ഇപ്പൊ 2 ദിവസം കൂടുമ്പോ എനിക്കൊരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യണം, അതിനൊക്കെയാണ് ഇങ്ങനെ ഡേയ്സ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേട്ടാ ഇപ്പൊ കസ്റ്റം ആണെങ്കിൽ എങ്ങനെയാ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറയൂ. കസ്റ്റം ക്രോൺസുകളാണ് ഇപ്പൊ ഇവിടെ ഇതുണ്ടല്ലേ, എക്സാമ്പിൾ 0, എത്രാമത്തെ സെക്കൻഡിലാണ്, മിനിറ്റ്, ഏത് അവറാണ്, മന്ത്, ഡേറ്റ്, അതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ആവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാം ട്രിഗർ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു ടെലിഗ്രാം ബോട്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് വർക്ക്ഔട്ട് ട്രിഗർ ആവണം. അതിനാണ് നമ്മൾ ടെലിഗ്രാം ട്രിഗർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു AI ഏജന്റ് ഉണ്ടാക്കി, ആ ഏജന്റിലേക്ക് ഇപ്പൊ എനിക്ക് ഇന്ന ആൾക്ക് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞ്, ഇപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ഈ NIT വർക്ക് കൊടുത്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം വെച്ചാൽ കുറച്ച് പാടുള്ള പണിയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ടെലിഗ്രാം നമ്മുടെ ഇന്റർഫേസ് ആയിട്ട് നമ്മൾ ഈ നോഡ് യൂസ് ചെയ്തിട്ട് ട്രിഗർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇതിനകത്ത് തന്നെ ട്രിഗർ ഓൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെക്ഷൻ കാണാം. അതിനകത്ത് ഇൻലൈൻ ക്വറി, എഡിറ്റഡ് മെസ്സേജ്, ഇപ്പൊ ഞാൻ ഒരു മെസ്സേജ് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് ട്രിഗർ ആവണോ, അത് എല്ലാത്തിലും ട്രിഗർ ആവണോ, അതിനാണ് ഈ സ്റ്റാർ നമുക്ക് കാണുന്നത്. ഓൾ അപ്ഡേറ്റ്സ്, എല്ലാ അപ്ഡേറ്റിലും ഈ വർക്ക് ട്രിഗർ ആവും. പിന്നെ മെസ്സേജസിൽ മാത്രം ട്രിഗർ ആയാൽ മതിയെങ്കിൽ നമ്മൾ ഇത് മെസ്സേജസ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ വെൻ ചാറ്റ് മെസ്സേജ് റിസീവ്ഡ്, ഇത് നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ടെലിഗ്രാം വഴി നമുക്ക് AI ഏജന്റിനോട് സംസാരിക്കണമെങ്കിൽ അതിന് നമ്മൾ ടെലിഗ്രാം നോഡായിട്ട് കൊടുക്കുന്നു പറഞ്ഞു. നമുക്ക് അതിന് പകരം എപ്പോഴും ടെലിഗ്രാമിൽ പോയി ഡീബഗ് ചെയ്യണം. ഇപ്പൊ നമ്മൾ AI ഏജന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നേരം ഡീബഗ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ നോഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഓപ്പൺ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണും. ഇത് ഈ നോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടെങ്കിൽ ഒന്നും വരില്ല, കാരണം ഞാൻ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു ചാറ്റ് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോഡ് ഉണ്ടാക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടെലഗ്രാമിനോട് നമ്മൾ പറയാം അതെങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ. കേട്ടില്ല. ടെലഗ്രാം അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യണ്ടേ, അതെങ്ങനെ? അത് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പറയുന്നതായിരിക്കും. നമ്മൾ ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്യാം, മൾട്ടി ഏജന്റ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേ. അപ്പൊ അന്നേരം നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞായിരിക്കും. ഇപ്പൊ നമ്മൾ ബേസിക്കലി ഒരു എല്ലാ നോഡിനും പരിചയപ്പെടാൻ ഞാൻ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ. ആ ഓക്കെ അല്ലേ? ഇപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ ലോജിക് നോട്ട്സ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി കണ്ടേക്കണം, നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്ന നോട്ട്സ് തന്നെയാണ്. ഇഫ് നോഡ്, സ്വിച്ച് നോഡ്, ഇഫ് എൽസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നല്ലേ. ഒരു എക്സാമ്പിൾ പറയാമോ? ഇഫ് എൽസ് മൈക്ക് ഓൺ ആക്കിയോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തോ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ. നമ്മൾ എപ്പോഴാണ് ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത്? വേറെ ആരെങ്കിലും പറയാമോ? ഓക്കെ. 68 പേരില്ലേ, 2 പേരുള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ബേസിൽ പഠിച്ച ഇഫ് എൽസ് ഇല്ല, അത് തന്നെയാണ് ഇവിടെയും ഈ നോഡും ഉള്ളത്. അത് നമുക്കിവിടെ ഈക്വൽ ടു സ്ട്രിങ് ആണെങ്കിൽ
ഇപ്പൊ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണെങ്കിൽ ഇവിടെ സ്ട്രിങ് കൊടുക്കുക, നമ്പർ ആണെങ്കിൽ നമ്പർ എന്ന് കൊടുക്കുക, ഡേറ്റ് ആൻഡ് ടൈം അത് കൊടുക്കുക. ഇപ്പൊ സ്ട്രിങ് ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ എക്സിസ്റ്റ്, ഇപ്പൊ ഒരു സ്ട്രിങ് എക്സിസ്റ്റ് ചെയ്യണ്ടോ, ഡസ് നോട്ട് എക്സിസ്റ്റ്, ഈസ് എം ടി, ഈസ് നോട്ട് എം ടി, ഈസ് ഈക്വൽ ടു, അങ്ങനെ പറഞ്ഞ കുറേ കണ്ടീഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. അതെല്ലാത്തിലും കിട്ടും. ഡേറ്റ് ആൻഡ് ടൈമിൽ കിട്ടും, ബൂളിയനിൽ കിട്ടും. അപ്പൊ ബേസിക് ഇഫൽസ് നോഡ് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ സ്വിച്ച് നോഡ്, നമ്മൾ സ്വിച്ച് കേസസ് പഠിച്ചേക്കണല്ലേ സീലൊക്കെ, അല്ലേ? എല്ലാരും പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മുടെ ഏതാണ് ഇപ്പൊ ഒരു സാധാരണ സ്വിച്ച് കേസിൽ നമ്മളൊരു വേരിയബിൾ ഉണ്ടാവും. ആ വേരിയബിൾ ഈ നമ്മൾ വാല്യൂ 2 ഈക്വൽ ആണെന്ന് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് റീനെയിം കിട്ടും. ഇപ്പൊ ഓപ്ഷൻ 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എനിക്കിതിന്റെ ഔട്ട്പുട്ട് റീനെയിം ചെയ്യാൻ പറ്റും. അതെന്താ വെച്ചാൽ ഇപ്പൊ കുറേ കണ്ടീഷൻ നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ കുറേ കണ്ടീഷൻ ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്കിവിടെ ഡിഫോൾട്ട് ആയിട്ട് 0, 1, 2, 3 എന്ന് പറഞ്ഞായിരിക്കും വരിക. ഇപ്പൊ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ടിൽ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഞാൻ റീനെയിം ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 1, ഓപ്ഷൻ 2 എന്നാണ്. ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ 1, ഓപ്ഷൻ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കാണും. പിന്നെ ബാക്കി റീനെയിം ചെയ്യാത്തത് 2, 3, 4 എന്ന് പറഞ്ഞായിരിക്കും കാണാം. ഇത്രയും ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഔട്ട് നോഡും അഗ്രിഗേറ്റ് നോഡ്, മറിച്ച് നോഡ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നോഡാണ്. ഈ സ്പ്ലിറ്റ് നോഡ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ ഒരു എഡിറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ നോഡ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു ഡാറ്റ കസ്റ്റമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ആക്ടേഴ്സ്, അതിനകത്ത് മോഹൻലാൽ അഭിനയിച്ച മൂവീസ്, ഇതെല്ലാം ഒരു അറേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഇപ്പൊ ഞാൻ ഒരു ഇത് എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു സിംഗിൾ ഐറ്റം ആയിട്ടാണ് വരിക. ഇപ്പൊ എനിക്ക് ഇത് ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ ഐറ്റം ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു മെസ്ഡ് അപ്പ് ആയിട്ടായിരിക്കും അതിനകത്ത് ഇൻസേർട്ട് ആവുക. ഇപ്പൊ ഇതിന് നമ്മൾ ഓരോ ഇപ്പൊ ഈ ആരെയും കണ്ടില്ലേ, ആക്ടർ ഐ ഡി 1, നെയിം മോഹൻലാൽ, ഇതെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് നോഡ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് സ്പ്ലിറ്റ് നോഡായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിവിടെ പോയിട്ട് ഏത് ഫീൽഡാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, അതാണ് ഫീൽഡ് ടു സ്പ്ലിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കേണ്ടത്. എനിക്ക് ആക്ടേഴ്സ് ആണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ആക്ടേഴ്സ് പോകുമ്പോൾ ഇത് ഹൈലൈറ്റ് ആവുന്നുണ്ട്. അത് ഞാൻ ചുമ്മാ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇത് റൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടുന്ന് ഇവിടെ ഇവിടുന്ന് ഒരെണ്ണാണ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. പക്ഷെ സ്പ്ലിറ്റ് ചെയ്ത് വിടുമ്പോൾ അത് 5 എണ്ണമായിട്ട് മാറും. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അഗ്രിഗേറ്റ് നോഡ് നേരെ ഇതിന്റെ റിവേഴ്സ് ആണ്. ഈ ഇമേജ് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലൂ ഇട്ടിട്ടുണ്ടോ? ഈ ഇമേജ് കണ്ടിട്ട് എന്തെങ്കിലും ക്ലൂ? ഇതും കണ്ടിട്ട് എന്തെങ്കിലും ക്ലൂ ഇട്ടിട്ടുണ്ടോ? ആ 5 ഐറ്റം തിരിച്ച് ഒന്നാക്കാൻ. അതെ, ഈ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പൊ 5 ഐറ്റം നമുക്കൊരു സിംഗിൾ ലിസ്റ്റ്, ഇപ്പൊ ഇത് ഈ ഒരു ഐറ്റം നമ്മൾ 5 സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പൊ 5 സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട, പക്ഷെ ഒരു സിംഗിൾ ഐറ്റം ആയിട്ട് മതിയെങ്കിലാണ് നമ്മൾ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞ നോഡ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഒന്നല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫീൽഡ് ചെയ്ത എല്ലാം ഒരു സിംഗിൾ ഐറ്റം ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ആണ്. ഇൻഡിവിജ്വൽ ഫീൽഡ്സ് ഉണ്ട്, ഓൾ ഐറ്റം ഡാറ്റ ആയിട്ട് സിംഗിൾ ലിസ്റ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു സിംഗിൾ ലിസ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ എനിക്ക് എല്ലാം ഒരു ലിസ്റ്റ് ആയിട്ട് വേണ്ട, എനിക്കൊരു ഈ പേര് മാത്രം മതി ലിസ്റ്റ് ആയിട്ട്. അതിന് ഞാൻ ഇവിടെ നെയിം ഇല്ലേ, അത് ചുമ്മാ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടാം. എന്നിട്ട് റൺ ചെയ്യുമ്പോൾ ഉണ്ടോ, എനിക്ക് പേര് മാത്രം ഒരു ലിസ്റ്റ് ആയിട്ട് വരും.
അതാണ് അഗ്രിഗേറ്റ് ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിഫറെന്റ് ടൈപ്പ് ഡേറ്റ ആണെങ്കിലോ കുഴപ്പമുണ്ടോ? ടൈപ്പ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഇതിലിപ്പോ ആ ഞാൻ ഉദ്ദേശിച്ചത് ഡേറ്റ ടൈപ്പ് വ്യത്യാസമൊന്നുമല്ല. ആ ഇതിലിപ്പോ മെർജ് ചെയ്യാനായിട്ട് ഈ SQL പോലെയാണോ? നമുക്ക് എന്തെങ്കിലും യൂണീക്ക് കോമൺ ആയിട്ടുള്ള എലമെന്റ് അങ്ങനെ എന്തെങ്കിലും വേണോ മെർജ് ചെയ്യാനായിട്ട്? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചുമ്മാ നമ്മളൊന്ന് കമ്പൈൻ ഇതിപ്പോ ലിസ്റ്റിൽ ഇത് ഇവിടെ 5 ഐറ്റം ആയിട്ടാണ് വരുന്നത്. ഇതിന് നമ്മളങ്ങനെ മെയിൻലി ഡാറ്റ ടൈപ്പ് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ നെയിം എന്താണ് അത് ചുമ്മാ കമ്പൈൻ ചെയ്ത് ലിസ്റ്റ് ആക്കുന്നുള്ളൂ. ഓക്കെ, ഒരെണ്ണത്തിൽ നെയിം ഇല്ലാന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നെയിം അനുസരിച്ചായിരിക്കും കമ്പൈൻ ചെയ്യുക. അതായത് ഇപ്പൊ അതെ, ഇവിടെ ഒരെണ്ണത്തിൽ കണ്ടില്ലേ, നെയിം ഇല്ല. നെയിം ഇല്ലെങ്കിൽ അത് കമ്പൈൻ ആവില്ല. നെയിം ഉള്ളത് ആ, മാത്രമായിരിക്കും കമ്പൈൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആക്ട് ID 5 ഇപ്പൊ പൃഥ്വിരാജിന് വരും, ഞാൻ ഇവിടെ വേറെ നെയിം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും കൊടുക്കുക. ഇവിടെ നെയിമിന് വരും, നെയിം എല്ലാം സ്മോൾ ലെറ്ററിന് വരും, നെയിമിനെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തെങ്കിൽ അത് കമ്പൈൻ ആവില്ല. ഓക്കെ, ഫീൽഡ് നോക്കിയായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ നെയിം ഫീൽഡ് നോക്കിയായിരിക്കും കമ്പൈൻ ചെയ്യുന്നതെല്ലാം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർജ് നോഡാണ്. മെർജ് നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വർക്ക് ഫ്ലോയില് 2 ബ്രാഞ്ച് ആയിട്ട് പോകാൻ വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെ നമ്മുടെ വർക്ക് ഫ്ലോ 2 ബ്രാഞ്ച് ആയിട്ട് പോവാണ്. എന്നിട്ട് നമുക്ക് അതിനെ ഏറ്റവും അവസാനം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മെർജ് നോഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഈ ഈ 2 നോഡായിട്ട് പോയിട്ട് ഇതിനകത്ത് ഈ എഡിറ്റ് ഫീൽഡിനകത്തുള്ള എല്ലാ ആക്ടറിന്റെയും പേരാണ്. മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിസീവ് ചെയ്യുന്ന അവാർഡാണ്. അങ്ങനെ 2 ഡാറ്റ നമ്മൾ കൂട്ടി യോജിപ്പിക്കാനാണ് മെർജ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മെർജിനകത്ത് അപ്പൻഡ് എന്ന് പറഞ്ഞുള്ളത് എല്ലാം ഒരു ഓർഡർ അനുസരിച്ച്, അതായത് ഇപ്പൊ ആദ്യം ഈ ആക്ടേഴ്സ് എന്ന് പറഞ്ഞുള്ള കമ്പൈൻ ചെയ്ത് ഇവിടെ എത്തിയെന്നുള്ളത് വിചാരിക്കുക. സെക്കൻഡ് ആയിട്ട് അവാർഡാണ് ഇവിടെ എത്തിയത്. അപ്പൊ അത് ഓർഡർ അനുസരിച്ച് ഔട്ട്പുട്ട് ചെയ്യും. അതായത് ഇപ്പൊ ആദ്യം വന്ന ഏതാണോ അതായിരിക്കും ഫസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യുക. രണ്ടാമത് വന്ന ഏതാണോ അതായിരിക്കും സെക്കൻഡ് ഔട്ട്പുട്ട് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഔട്ട്പുട്ട് ചെയ്ത് വന്നത് ആക്ടേഴ്സ് എന്നുള്ള നോഡാണ്. അപ്പൊ ആദ്യം അതിനെ ഔട്ട്പുട്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത് വന്ന ഏതാണോ അതിനെയായിരിക്കും രണ്ടാമത് ഔട്ട്പുട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനകത്ത് അപ്പൻഡ് എന്ന് പറഞ്ഞ നോഡ് ഉണ്ട്, കമ്പൈൻ ഉണ്ട്, ചൂസ് ബ്രാഞ്ച് ഉണ്ട്. SQL കോഡ് നമ്മളിങ്ങനെ മെയിൻലി യൂസ് ചെയ്യാറില്ല. അപ്പൊ അത്രയും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇതാണെങ്കിലാണ് നമ്മൾ SQL കോഡ് യൂസ് ചെയ്തത്. നമ്മൾ ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണ്ടി വരും SQL കോഡ് യൂസ് ചെയ്യണമെങ്കിൽ. ഇപ്പൊ ചൂസ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ 2 ബ്രാഞ്ചും എക്സിക്യൂട്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലാണ് ഈ ചൂസ് ബ്രാഞ്ച് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ നിന്ന് 2 ഡാറ്റ ഔട്ട്പുട്ട് ചെയ്ത് വന്നു. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇൻപുട്ട് ഡാറ്റ 1, ഇൻപുട്ട് ഡാറ്റ 2 എന്ന് പറഞ്ഞു കണ്ടു. ഇതിനകത്ത് ഏത് ഡാറ്റയാണ് എനിക്ക് അടുത്ത നോഡിലേക്ക് പാസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ യൂസ് ഡാറ്റ ഓഫ് ഇൻപുട്ട് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻപുട്ട് 1ലേക്ക് വന്നേക്കുന്നത് എല്ലാ ആക്ടറിന്റെയും പേരാണ്. അപ്പൊ അതാണ് പിന്നെ അവിടെ 1 സെലക്ട് ചെയ്തപ്പോൾ എല്ലാ ആക്ടറിന്റെയും പേര് പോയി. പിന്നെ 2 സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവാർഡ്സ് ആയിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നത്. കണ്ടോ, അവരുടെ അവാർഡ് ആയിരിക്കും ഇപ്പൊ എല്ലാം ഔട്ട്പുട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ,
ഇനി പിന്നെയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കമ്പൈൻ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഈ ആക്ടേഴ്സും ഇതിനകത്തും കോമൺ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ലേ? അതായത് ഈ മോഹൻലാലിന് കിട്ടിയ അവാർഡാണ് ഈ രണ്ടാമത്തെ നോണിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അത് നമുക്ക് കമ്പൈൻ ചെയ്യണമെങ്കിലാണ് ഈ മെർജിനോട് യൂസ് ചെയ്യുന്നത്. ഈ മെർജിനോടിനകത്ത് ഫീൽഡ് ടു മാച്ച്, അതായത് ഏത് ഫീൽഡ് നോക്കിയിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്, അതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡ് കോമൺ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് കോമൺ ആയിട്ട് എന്താ ഉള്ളത് ഈ രണ്ടിനകത്തും? ആക്ടർ ഐ ഡി ആണോ? അതെ, ആക്ടർ ഐ ഡി തന്നെയാണ്. അപ്പൊ ആക്ടർ ഐ ഡി വെച്ചായിരിക്കും നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ആക്ടർ ഐ ഡി ഇവിടെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു, റൺ ചെയ്യുമ്പോൾ ഇതുണ്ടോ ആക്ടർ വൺ. ഇപ്പൊ എന്താ മെയിലിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ രണ്ട് നോഡിൽ നിന്ന് ഡാറ്റ വരും. എന്നിട്ട് ഈ മെർജിനോട് നോക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ആക്ടർ ഐ ഡി ആണ് നോക്കിയത്. ഇപ്പൊ രണ്ടിനകത്തും ആക്ടർ ഐ ഡി സെയിം വരുന്ന രണ്ടെണ്ണം നോക്കിയിട്ട് അത് രണ്ടും കൂടി അങ്ങോട്ട് മെർജ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ ആക്ടർ ഐ ഡി മോഹൻലാലിന്റെ ആക്ടർ ഐ ഡി 1 ആണ്. ഇതിനകത്ത് അവാർഡ്സിനകത്തും ആക്ടർ ഐ ഡി 1 ആണ്. ഇപ്പൊ രണ്ട് ആക്ടർ ഐ ഡി സെയിം ആയിട്ടുള്ളത് കമ്പൈൻ ചെയ്തു. എന്നിട്ട് നമ്മളൊരു സിംഗിൾ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. ആക്ടർ ഐ ഡി, നെയിം, അവാർഡ്, ഇയർ, അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഔട്ട്പുട്ട് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTTP നോഡാണ്. ഇപ്പൊ HTTP നോഡ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്ഷൻ ആപ്പ് എന്ന് പറഞ്ഞ കുറേ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഇതിനകത്ത് ഒരു 500-600 ഇന്റഗ്രേഷൻ എങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനം ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ HTTP നോഡ്. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ ആക്സസ് ചെയ്യുന്ന സംഭവത്തിന്റെ API ഇവിടെ കൊടുക്കുക. ഇവിടെ നമുക്കിവിടെ മെത്തേഡ് ഉണ്ട്. ഇപ്പൊ അതിനകത്ത് നമ്മൾ ഫുൾ ഡീപ്ലി പോകുന്നില്ല, ചുമ്മാ ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് APIയിൽ ഒരു ഇൻഫർമേഷൻ ആസ്ക് ചെയ്യണം. ഇപ്പൊ എനിക്ക് ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ട് എനിക്കിപ്പോ ഞാൻ ഇവിടെ ഒരു വെതറിന്റെ API ആണ് യൂസ് ചെയ്തിരുന്നത്. എനിക്കിവിടെ എറണാകുളത്തിന്റെ വെതർ വേണം. അതിന് നമ്മൾ ഗെറ്റ് ആസ്കിങ് ഇൻഫർമേഷൻ, നമ്മൾ ഗെറ്റ് ഓപ്പറേഷനാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റ പുതിയതായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളിവിടെ പുതിയ ഡാറ്റ ആഡ് ചെയ്തില്ലേ, ഇവിടെ ഒരു പുതിയ പേര് നമ്മൾ ആഡ് ചെയ്തു, നെയിം ഫീൽഡ് കൊടുത്തു, ഇമെയിൽ ID, അത് എന്ത് റിക്വസ്റ്റ് ആയിരിക്കും? പോസ്റ്റ് ആയിരിക്കും. പിന്നെ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഡാറ്റേനെ ഡിലീറ്റ് ചെയ്യാനായിരിക്കും. അത് പേര് തന്നെ ഡിലീറ്റ് റെക്കോർഡ് തന്നെ. പിന്നെ ഗെറ്റ് റിക്വസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇതെല്ലാം പ്രൊവൈഡ് ആയിരിക്കും കേട്ടോ. APIയുടെ ഡോക്യുമെന്റേഷനിൽ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് എല്ലാം API ഡോക്യുമെന്റേഷനിൽ പ്രൊവൈഡ് ആയിരിക്കും. പേര് കേൾക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുള്ളൂ. API ഡോക്യുമെന്റേഷൻ കേൾക്കുമ്പോൾ കുറച്ച് കട്ടിയാന്നുള്ളൂ. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അവർ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡോക്യുമെന്റേഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട് API കീയും നെയിമും നമ്മൾ ക്വരി പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്താലാണ് നമുക്ക് ഡാറ്റ കിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേട്ടാ ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? API ഡോക്യുമെന്റേഷൻ മനസ്സിലായില്ല, അതെന്തുവാ? API ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻലി പറയുന്നത് ഇപ്പൊ ഞാൻ ഈ വർക്ക് ഫ്ലോ ഉണ്ടാക്കിയില്ലേ, ഈ വർക്ക് ഫ്ലോ ഉണ്ടാക്കിയില്ലേ, ഇത് ഞാൻ ഇപ്പൊ പുതിയതായിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു 4 നോഡ് കാണാം. അതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചേക്കണം.
അപ്പൊ അത് ഒരാൾക്ക് മനസ്സിലാവുന്ന രീതി, ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ പുള്ളി ഇതെന്താ, ഇത് ക്ലിക്ക് ചെയ്താണ് സംഭവിക്കുന്നത്, ഇതെന്താണ് സാധനം, ഇതെന്തിനാണ് ഈ പ്രൊജക്റ്റിനകത്ത് ആവശ്യം, അതെല്ലാം എഴുതി വെച്ചിരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് API ഡോക്യുമെന്റേഷൻ. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് API എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതെല്ലാം API ഡോക്യുമെന്റേഷനിൽ അവര് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? HTTP നോഡ് ഞാൻ റൺ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെദർ API എന്ന് പറഞ്ഞ നോഡ് API ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വെദർ API എന്ന് സെർച്ച് ചെയ്യാണ്. ഇവിടെ കണ്ടോ ഓപ്പൺ വെദർ API ഉണ്ട്, പക്ഷെ അത് പെയ്ഡ് ആണ്. വെദർ API പക്ഷെ ഫ്രീ ആണ്, ഫ്രീ ടിയർ ആണ്. ഒരു മാസം ഇത്ര നമുക്ക് ഫെച്ച് ചെയ്യാന്ന് പറഞ്ഞൊരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം ഫ്രീ ആണ് വെദർ API. പിന്നെ വെബ് ഹുക്ക് നമ്മൾ ഇന്നലെ കണ്ടാണ്. ഇന്നലെ ആര്യത ചേച്ചി ലീഡ് കോഡിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം പറഞ്ഞില്ലേ, അത് വെബ് ഹുക്ക് യൂസ് ചെയ്തിട്ടാണ്. ഈ വെബ് ഹുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് വെബ് ഹുക്ക് URL എന്ന് പറഞ്ഞ ഇതുണ്ടാവും. ഇത് നമ്മള് ഞാൻ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ URL ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഇവിടെ ഞാൻ ലിസൺ ഇവന്റ് കൊടുത്തു, എന്നിട്ട് സെൻഡ് ചെയ്തു. ഇപ്പൊ ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്തത് നെയിം എന്ന് പറഞ്ഞ് ജോയൽ ഇലിയാസ്, നെയിം ജോയൽ എന്ന് പറഞ്ഞ 2 ഫീൽഡാണ് സെൻഡ് ചെയ്തത്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ബോഡിയുടെ അകത്ത് നെയിം എന്ന് പറഞ്ഞ ജോയൽ ഇലിയാസ് ജോയൽ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. പിന്നെ കുറച്ചും പറഞ്ഞില്ലായിരുന്നു എഡിറ്റ് ഫീൽഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു API ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് ഇവിടെ ആവശ്യമുള്ള നെയിം എന്ന് പറഞ്ഞ ഈ 2 സാധനം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ കുറേ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്കിപ്പോ നമ്മുടെ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ 2 നോഡ് മാത്രമായിരിക്കില്ല, ഇപ്പൊ കുറേ നോഡ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി അടുത്ത നോഡിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ എഡിറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ നോഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ വെബ് ഹുക്കിനകത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇമ്മീഡിയറ്റ്ലി, വെൻ ലാസ്റ്റ് നോഡ് ഫിനിഷസ്, അതായത് നമ്മുടെ വർക്ക് പോലെ ഏറ്റവും അവസാനത്തെ നോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് റെസ്പോണ്ട് ചെയ്യുക. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ വന്നിട്ട് എനിക്ക് ഡാറ്റ ഞാൻ ഡാറ്റ റിസീവ് ചെയ്തു എന്ന് ഈ വർക്ക് ഫ്ലോ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന യൂസിങ് റെസ്പോണ്ട് എന്ന് പറഞ്ഞൊരു നോഡാണ് ഈ നോഡ്. ഇപ്പൊ ഞാൻ ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്തു. അതുണ്ടോ, റെസ്പോൺസ് ആണെന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യാം. എന്റെ വർക്ക് ഫ്ലോ എനിക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത ഡാറ്റ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തു. അതിനാണ് റെസ്പോണ്ട് ടു വെബ് ഹുക്ക് എന്ന് പറഞ്ഞ നോഡ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, അപ്പൊ വെബ് ഹുക്ക് അതാണ്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് ഡാറ്റ സേവ് ചെയ്തു. നമുക്ക് മെയിനിൽ ഡാറ്റ സേവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് ഗൂഗിൾ ഷീറ്റ്സ്, പിന്നെ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ N8 തന്നെ ബിൽഡിൻ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ഇതിന്റെ രണ്ടും സെയിം സാധനം തന്നെയാണ്. ഈ ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെയാണ് ഡാറ്റ ആഡ് ചെയ്യുന്നത്, അതേ സെയിം സംഭവം തന്നെയാണ് ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ N8 ഇൻബിൽഡ് ആയിട്ടുള്ളത്. രണ്ടിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഈ ഒരു നോഡ് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ, ഈ ഒരു ഓഫ് സ്വിച്ച് പോലെ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഓഫ് ആയതുകൊണ്ടാണ് ആ നോഡ് ഗ്രേഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നത്. ഓൺ ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്കുന്നുണ്ടോ.
പിന്നെ അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഗ്രേഡ് ഔട്ട് ആയി. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ഇത് റൺ ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് എന്നേറ്റിന്റെ ഡാറ്റ ടേബിൾസ് എന്നുള്ളത് റൺ ചെയ്യാൻ പോവാണ്. ഈ എക്സിക്യൂഷൻസ് എന്ന് പറഞ്ഞ ടാബ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ റൺ ചെയ്തോ അതിന്റെ എല്ലാ ഹിസ്റ്ററിയും നമ്മൾ എത്രയൊക്കെ റൺ ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഇത് കണ്ടോ എല്ലാം ഇവിടെ കിടക്കുന്നുണ്ടാവും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ റൺ ചെയ്തതിൽ ഈ 3 സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണുന്നത് ഗൂഗിൾ ഷീറ്റിൽ ആഡ് ചെയ്തു. 95 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണുന്നത് ഡാറ്റ ടേബിൾസിൽ ആഡ് ചെയ്തതാണ്. അപ്പൊ ഗൂഗിൾ ഷീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ടൈം വളരെ കൂടുതലായിരിക്കും. 3 സെക്കൻഡാണ് എടുത്തത്. അപ്പൊ നെയിം എന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെ ഗൂഗിൾ ഷീറ്റിൽ ആഡ് ചെയ്യാൻ 3 സെക്കൻഡും എന്നിട്ടുള്ള ബിൽഡിൻ ആയിട്ടുള്ള ഡാറ്റ ടേബിൾ ആഡ് ചെയ്യാൻ ഒരു 95 മില്ലി സെക്കൻഡാണ് എടുത്തത്. അതാണ് അതിന്റെ മെയിൻലി വലിയ ഡിഫറൻസ്. അത് മാത്രമേ ഉള്ളൂ. കുറച്ച് ടൈം നമുക്ക് സേവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേട്ടാ ഇൻസേർട്ട് ടേബിളിന്റെയും ക്രെഡൻഷ്യൽസ് ഒന്ന് കാണിക്കൂ. ലൈക്ക് ഉള്ളിൽ എങ്ങനെയാണ്? ഈ എന്നിട്ടിന്റെ ഡാറ്റ ടേബിൾ ആണോ ഉദ്ദേശിച്ചത് അതോ ഗൂഗിൾ ഷീറ്റോ? അല്ലെ എന്നേറ്റിന്റെ. എന്നിട്ട് നമ്മൾ ക്രെഡൻഷ്യൽസ് അങ്ങനെ ആവശ്യമില്ല, കാരണം ഇൻബിൽഡ് ആയിട്ടുള്ളതാണല്ലോ. നമ്മൾ ആദ്യം ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം. ഒരു മിനിറ്റ്. ഇവിടെ ഓപ്പറേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഡിലീറ്റ്, ഗെറ്റ്, ഇൻസേർട്ട്. അതിനകത്ത് ഇപ്പൊ ഡാറ്റ ടേബിൾ നമ്മൾ ചൂസ് ചെയ്യണം. അതിനകത്ത് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഡാറ്റ ടേബിൾ ഇല്ലേ, അങ്ങനെയാണ് നമ്മൾ ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യണത്. ഞാൻ ഓരോ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ക്രിയേറ്റ് ന്യൂ ഡാറ്റ ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോയിലേക്ക് പോകും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡാറ്റ ടേബിളിലെ പേരടിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ CSV ഫയലിന് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സ്ക്രാച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സ്ക്രാച്ചിന് ക്രിയേറ്റ് ചെയ്യാണ്. ഇതുണ്ടോ, ഇപ്പൊ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. ഇവിടെ കണ്ടു ഡാറ്റ ടേബിൾസ് പോവാം. ഇതിപ്പോ വർക്ക് ഫോഴ്സ് ടാബ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് ഫോഴ്സിൽ ഇവിടെ കാണാം. ക്രെഡൻഷ്യൽസിനകത്ത് നമ്മൾ ഏതൊക്കെ ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്യുന്നുണ്ടോ. ഇപ്പൊ ഞാൻ ഗൂഗിൾ ഷീറ്റിന്റെ ആഡ് ചെയ്തു, ജിമെയിലിന്റെ ആഡ് ചെയ്തു, ഗൂഗിൾ കലണ്ടറിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു സിംഗിൾ ആക്സസ് പോയിന്റ് ആണത്. നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാം. അത് എന്തിനാന്ന് വെച്ചാൽ ഓരോ തവണയും വർക്ക് ഫ്ലോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ ക്രെഡൻഷ്യൽസ് വീണ്ടും സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. 8 തവണ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർക്ക് ഫ്ലോയിലും ആ സെയിം ക്രെഡൻഷ്യൽസ് തന്നെ യൂസ് ചെയ്യാം. ഇപ്പൊ ഡാറ്റ ടേബിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡാറ്റ ടേബിളും ഇവിടെ കാണാം. ഇതിനകത്ത് ഇപ്പൊ N18 ഫസ്റ്റ് എടുക്കുന്ന N18 സെഷനാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. അതിനകത്ത് ഇത് ഡിഫോൾട്ട് ആയിരിക്കും. ഈ ID ക്രിയേറ്റഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇത് ഡിഫോൾട്ട് ആയിരിക്കും. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ആഡ് റോ എന്ന് പറഞ്ഞ പോലെ ഇല്ല, ആഡ് കോളം എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനകത്താണ് നമുക്ക് ഏത് കോളാണെന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഇപ്പൊ എനിക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്ത് നെയിം എന്ന് പറഞ്ഞും ഇമെയിൽ എന്ന് പറഞ്ഞ 2 ഡാറ്റയാണ്. അപ്പൊ എനിക്ക് 2 കോളാണ് വേണ്ടത്. നെയിം എന്ന് പറഞ്ഞൊരു കോളും ഇമെയിൽ എന്ന് പറഞ്ഞൊരു കോളും. ഇപ്പൊ നെയിം ഞാൻ അടിച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്, സ്ട്രിങ് ആണോ, നമ്പർ ആണോ, ബൂളിയൻ ആണോ, ഡേറ്റ് ആൻഡ് ടൈം ആണോ, പിന്നെ സ്ട്രിങ് ആണ്. ആഡ് കോളം കൊടുത്തു. ഇവിടെ അത് വന്നു. പിന്നെ ഇമെയിലിന് അവിടെ അടിച്ചു. എന്നിട്ട് സ്ട്രിങ്, നമ്പർ, ബൂളിയൻ ഏത് ഡാറ്റ ടൈപ്പ് ആണോ അത് കൊടുക്കുക. അപ്പൊ 2 കൂടെ വന്നു. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്ത് അതേപോലെ തന്നെ ആക്സസ് ചെയ്യാം. അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് ഏത് ഡാറ്റ ടേബിളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പൊ ഞാൻ ഇതാണ് ഈ അടിയിലെടുക്കുന്ന 2 എന്നുള്ള N18 സെക്ഷനാണ് ഇപ്പൊ ഉണ്ടാക്കിയ ടേബിൾ. അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇത് റൺ ചെയ്യും. വർക്ക് റൺ ചെയ്തു. വേറെ ഒന്ന് നോക്കാം.
ഓക്കെ, അതൊരു നേരത്തെ ഒരു ടേബിൾ യൂസ് ചെയ്ത് പൈസ സെറ്റ് ചെയ്ത് തന്നെ തോന്നുന്നു. അപ്പൊ നേരത്തെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തെങ്കിൽ ശരിയായി. ഇതിൽ നമ്മൾ ചുമ്മാ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. നമ്മൾ ബേസിൽ നേരത്തെ ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെയാണ് ആഡ് ചെയ്ത് ആ സെയിം സംഭവം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യണ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബേസിക്കലി. പിന്നെ ഓപ്പറേഷൻസ്, അത് ഡിലീറ്റ്, അതെല്ലാം മിക്കതും സെയിം തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാം ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഇന്ന് ഇത്രയാണ് പറയാനുള്ളത്. എനിക്കറിയാം അത്യാവശ്യം കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം. പിന്നെ പോരാത്തതിന് എന്റെ ഫസ്റ്റ് സെഷൻ ആണ്, അപ്പൊ അത് കാരണം കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. ഇന്നത്തെ നിങ്ങൾ ഗൂഗിൾ ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതനുസരിച്ച് നാളെ ഞാൻ അത്യാവശ്യം ബെറ്റർ ആവാൻ നോക്കാം. ഇപ്പൊ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ടാസ്ക്. ക്രിയേറ്റ് എ ബേസിക് N8N workflow that collects the required participant data using N8N workflow. ഇതിനകത്തിന് N8N ഫോംസ് എന്താന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ വന്നിട്ട് N8N ഫോംസ് സെർച്ച് ചെയ്താൽ മാത്രം മതി. N8N ഫോംസ് സെർച്ച് ചെയ്യുക, ട്രിഗർ ഓൺ N8N ഫോം ഇവന്റ് കൊടുക്കുക, എന്നിട്ട് ടൈറ്റിൽ കൊടുക്കുക, ആഡ് എലിമെന്റ് കൊടുക്കുക, ലേബൽ കൊടുക്കുക. അത് പ്രത്യേകിച്ച് വലിയ പാടായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞു തരാതിരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ചെയ്യുക, ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. ഈ ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ മീറ്റിൽ പറഞ്ഞതാണ്. ഈ N8N ഫോം മാത്രമേ പറയത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറയാതിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് ഫോഴ്സ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അത് യൂസ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വർക്ക് ഫോഴ്സും ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സെൽഫ് ഹോസ്റ്റ് ചെയ്യാൻ ഞാൻ കുറേ ഇത് കണ്ടിരുന്നു, ഫോംസിൽ കുറേ പേര് ചോദിച്ചിരുന്നു എന്താ സെൽഫ് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡോക്കർ വെച്ചാണോ, API എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. അതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ N8N ക്ലൗഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സെറ്റപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അതുകൊണ്ട് മാത്രമാണ് N8N ക്ലൗഡ് യൂസ് ചെയ്തത്. ലോക്കലായിട്ട് വേണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യാം. ലോക്കലായിട്ട് ഹോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ ഗൂഗിൾ ഷീറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു സൈൻ മാത്രമായിരിക്കില്ല സെൽഫ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. അതിനകത്ത് നമ്മൾ ഗൂഗിൾ ക്ലൗഡിൽ പോയിട്ട് ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് പാടായിരിക്കും. എല്ലാം ഫസ്റ്റ് ടൈം കുറച്ച് പാടായിട്ട് തോന്നും, പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ മീറ്റിൽ പറയാനുള്ളത്. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, മാത്യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ജോയൽ. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായി സെഷൻ? എങ്ങനെ ഉണ്ടായി? എല്ലാവർക്കും മനസ്സിലായോ? N8N തുടങ്ങി, ജസ്വിൻ അടിപൊളിയാണ്, ഭുവനേഷ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും റിയാക്ഷൻസ് തരുന്നുണ്ട്. 1 സെക്കൻഡ്.